ഐശ്വര്യ റായിയെ കുറിച്ചുള്ള ചെറിയ സൂചനയിൽ നിന്ന് തന്നെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിച്ചു. ഐശ്വര്യ റായ് അത്രയ്ക്ക് ഇഷ്ടമാണോ ഐശ്വര്യ റായിയെ? അല്ല, അവര് മിസ് വേൾഡ് മത്സരമൊക്കെ ഞാൻ പണ്ട് ടിവിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല, അവരെ ആരാധിക്കാത്തവർ വളരെ കുറവായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. മോഹൻലാലിന്റെ നായികയായിട്ടാണ് സിനിമാ രംഗത്ത് അരങ്ങേറുന്നത്. പിന്നീട് എത്രയോ നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ലോക സുന്ദരി എന്നതിനേക്കാൾ ഉപരി അതിനേക്കാൾ പ്രഗത്ഭയായ നടിയായും പേരെടുത്തതാണ് ഐശ്വര്യ റായി. അപ്പോൾ ആ പേര് പറഞ്ഞുകൊണ്ടാണ് സുനിൽകുമാർ നമ്മുടെ പച്ചക്കുതിരയുടെ മത്സര പഥത്തിലേക്ക് എത്തിയത്. പഞ്ചായത്തിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? തദ്ദേശ സ്വയംഭരണ വകുപ്പിലാണ്. ഓക്കെ. ഏത് പഞ്ചായത്തിലാണ്? വെളിനല്ലൂർ. കൊല്ലത്താണ്. ഓക്കെ. എത്ര നാളായി പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നു? ഇപ്പം ഞാൻ 8 വർഷം കഴിഞ്ഞു. 8 വർഷമായി. ഇത് ഗ്രാമപഞ്ചായത്താണോ? ഗ്രാമപഞ്ചായത്തിലാണ്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിനൊക്കെ ഒരുപാട് അധികാരങ്ങളുണ്ട് അല്ലെ? ഒരുപാട് ഫണ്ടുണ്ട്, പല രീതിയിലും വിനിയോഗിക്കാം. അങ്ങനെ നല്ല ഡെവലപ്മെന്റ് ഉള്ള പഞ്ചായത്താണോ? തീർച്ചയായിട്ടും. നല്ല ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? ഇപ്പൊ ഈ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് എന്നൊക്കെയുള്ള വിഭജനം വന്നതിന് ശേഷം, കൂടുതൽ അധികാരം കിട്ടിയതിന് ശേഷം കൂടുതൽ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അത് പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ചു. തീർച്ചയായിട്ടും അവരെല്ലാം നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അല്ല, മുമ്പൊക്കെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റായി ഇലക്ട് ചെയ്യപ്പെട്ട ഒരാൾ വല്ലപ്പോഴും ഒരിക്കലാണ് പഞ്ചായത്ത് ഓഫീസിൽ വരിക. അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാവും, അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ ജോലി ചെയ്യുന്ന മറ്റ് സ്റ്റാഫ് ഉണ്ടാവും എന്നല്ലാതെ പഞ്ചായത്ത് ഓഫീസറൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് വല്ലപ്പോഴാണ്. ഇപ്പൊ അങ്ങനെയല്ല അല്ലേ? ഫുൾ ടൈം ഉണ്ട്. അവര് വളരെ ഡെഡിക്കേറ്റഡ് ആണ് എനിക്ക് പ്രവർത്തനങ്ങളിൽ. ഓക്കെ. സുനിത ഹൗസ് വൈഫാണ്. കുട്ടികൾ? 2 പേര്. മോൻ 10-ല്, മോള് 4th പഠിക്കുന്നു. കൂടെ വന്നിട്ടുള്ളത് ആരൊക്കെയാണ് പരിചയപ്പെടുത്താം? എന്റെ ഫാദറുണ്ട്. നമസ്കാരം. അങ്കിളുണ്ട്. പിന്നെ മൂത്ത മോനുണ്ട്. മോൻ ഏത് ക്ലാസ്സിലായി പറഞ്ഞ? 10th SN പബ്ലിക് സ്കൂൾ കൊല്ലം. എന്താ മോന്റെ പേര്? അരുണസ് കുമാർ. ഹായ് അരുൺ. ഓക്കെ. അപ്പോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോ അതിനുമുമ്പ് പ്രൈസ് ഓപ്റ്റ് ചെയ്യാം. 3 ഓപ്ഷൻസ് ഉണ്ട്. ദുബായ് ഗോൾഡ് സൂക്കിന്റെ സ്വർണ്ണാഭരണങ്ങളുണ്ട്, നന്ദല ജി മാർട്ടിന്റെ ഗൃഹോപകരണങ്ങളുണ്ട്, തോംസൺ ഹോം ഡിപ്പോയുടെ ഫർണിച്ചറുണ്ട്. ഇതിലേത് സമ്മാനം? ദുബായ് ഗോൾഡ് സൂക്കിന്റെ സ്വർണ്ണാഭരണങ്ങളാണ് വേണ്ടത്. അപ്പോ സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കാൻ വേണ്ടി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കേണ്ട ആദ്യത്തെ ചോദ്യത്തിലേക്ക്. പച്ചക്കുതിര, ആദ്യത്തെ ചോദ്യം വളരെ ലളിതമായ ചോദ്യമാണ്. ക്രിക്കറ്റിൽ LBW എന്താണ്? പച്ചക്കുതിര, ഓപ്ഷൻസ് പ്ലീസ്. A. leg between wicket. B. leg before wicket. C. leg behind wicket. D. leg besides wicket. Your time starts now. Option B, leg before wicket. Option B, leg before wicket എന്നാണ് പറയുന്നത്. കൺഫേം ചെയ്യാം. പച്ചക്കുതിര, ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. B, leg before wicket. ശരിയായ ഉത്തരം തന്നെയാണെന്ന് 100% ഉറപ്പാണ് അല്ലേ? LBW കൊച്ചുകുട്ടികൾ പോലും പറയുന്നതാണ്, നമ്മൾ കേൾക്കുന്നതാണ്. പച്ചക്കുതിര വളരെ ലളിതമായ ഒരു ചോദ്യത്തിലൂടെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. സോ പച്ചക്കുതിര, ശരിയായ ഉത്തരം ഏതാണെന്ന് കാണിച്ചു തന്നാലും. B, leg before wicket ശരിയായ ഉത്തരമാണ്. അങ്ങനെ 1000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ ദുബായ് ഗോൾഡ് സൂക്ക് സമ്മാനമായി നൽകിയിരിക്കുകയാണ്. അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ്. ഈ പഞ്ചായത്തിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ചോദിക്കുകയാണ്. ഒരു പഞ്ചായത്ത് അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളും പെട്ടെന്ന് നിങ്ങളിലേക്ക് ചെവിയിലെത്തും, നിങ്ങൾക്ക് കണ്ടറിയാൻ സാധിക്കും. ശരിക്കും നമ്മുടെ നാട് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണ്? ഇപ്പം കുടിവെള്ള പ്രശ്നമാണ്. കുടിവെള്ളം ഈ പഞ്ചായത്തിലൊക്കെ ഉണ്ട്. കുടിവെള്ളം മിക്കവാറും സ്ഥലത്തൊക്കെ രൂക്ഷമായ വരൾച്ചയുടെ ഒരു ലക്ഷണമുണ്ട്. കുടിവെള്ള പ്രശ്നം ഞങ്ങളുടെ പഞ്ചായത്തിലൊരു വളരെ രൂക്ഷമാണ്. അല്ല, നമുക്കിതിനെ ആശ്രയിക്കാൻ സാധിക്കുന്നത് എന്താണ്? ഭൂമിയിൽ നിന്നും നമുക്ക് ഭൂഗർഭജലം കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ബോർവെല്ലിലെ വെള്ളം അത് പ്രോപ്പർ കെമിക്കൽ മിക്സ്ഡ് ഒക്കെ അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അതിനകത്ത് ഒരുപാട് മിനറൽസ് ഉണ്ടാവാം, മെറ്റൽ അംശങ്ങൾ ഒരുപാടുണ്ടാവും. അതുകൊണ്ട് അത് ശരിക്കും കുടിക്കാൻ ഉപയോഗിക്കാവുന്ന വെള്ളമല്ല എന്നാണ് പറയുന്നത്. പിന്നീട് നമുക്ക് ആശ്രയിക്കാവുന്ന മഴവെള്ളം മാത്രമാണ്. മഴവെള്ളം ഇപ്പം കൂടുതൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ട്. ഇനി ചെറുകിട എന്താ പറയുക ജലവിതരണ പദ്ധതികൾ, രാജീവ് ഗാന്ധി ജലസേചന പദ്ധതി പോലുള്ള ചെറുകിട ജലവിതരണ പദ്ധതികളെ ആശ്രയിച്ച് കഴിയുന്ന ആൾക്കാരുണ്ട് അവിടെ എല്ലാം. പക്ഷേ ഈ പറയുന്ന പോലെ മഴയില്ലാത്തതുകൊണ്ട് വെള്ളത്തിന്റെ ഒരു ദൗർലഭ്യം വളരെ കൂടുതലാണ്. ശരിക്കും കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട കായലിലെ വെള്ളമല്ലേ? കൊല്ലം ജില്ല, കൊല്ലത്ത് നമ്മുടെ കുറെ ഉൾനാടൻ പഞ്ചായത്താണല്ലോ. കൊല്ലം കോർപ്പറേഷൻ ഏരിയ, അവിടെ ശാസ്താംകോട്ട കായലിലെ വെള്ളമാണ്.
ഈ നിങ്ങളുടെ ഈ പഞ്ചായത്തിലൊന്നും ആ വാട്ടർ സപ്ലൈ അത്രയും കിട്ടത്തില്ല. അവിടെ നിന്ന് ഇങ്ങനെ വരാൻ. അപ്പൊ ഓരോരുത്തരും കിണറും കുളങ്ങളൊക്കെ തന്നെയാണ്. കിണർ പഞ്ചായത്തുകളിലധികം കിണറിന്റെ കിണറ്റിൽ നിന്നാണ് വെള്ളം കിട്ടുക. പക്ഷെ കിണറ്റിൽ ഇപ്പം വെള്ളം ഇല്ലാത്ത അവസ്ഥയാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന പഞ്ചായത്താണെങ്കിലും ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിലാണെങ്കിലും എല്ലാം ഈ ഒരു വിഷയമുണ്ട്. അപ്പൊ ഇവരെന്താണ് ഇപ്പൊ ചെയ്യുന്നത്? ഗ്രാമവാസികൾ എന്താണ് ചെയ്യുന്നത്? ദൂരെ പോയി വെള്ളം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്? ഇപ്പോ വളരെ ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയുന്ന ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്റെ കുടിവെള്ളത്തിന്റെ പ്രശ്നം. അത് ഈ ഒരു പർട്ടിക്കുലർ സമയത്ത്, ഈ ഒരു വരൾച്ചയുള്ള ഈ ഒരു സമയത്തെ വിഷയമാണ്. ഒരുപക്ഷെ ഇത്രയും ഒരു നിധി പോലെ നമുക്ക് കിട്ടുന്ന മഴവെള്ളത്തിന്റെ ഒരു മഴവെള്ളം നല്ല രീതിയിൽ സംഭരിക്കുകയാണെങ്കിൽ ഇതിനൊരു വലിയ പരിഹാരം ഉണ്ടാവും. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഫലപ്രദമായിട്ട് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു നല്ല പരിഹാരം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. പച്ചക്കുതിര, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. ഒരു ഫർലോങ് എത്ര അടിയാണ്? ഒരു ഫർലോങ് എന്ന് പറയുന്നത് എത്ര ഫീറ്റ്, എത്ര അടിയാണ് എന്നാണ് ചോദിക്കുന്നത്. പച്ചക്കുതിര, ഓപ്ഷൻസ്: എ 100, ബി 330, സി 660, ഡി 500. യുവർ ടൈം ബിഗിൻസ് നൗ. നല്ലതുപോലെ ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഒരു ഫർലോങ് എന്ന് പറയുന്നത് 330, ബി 330 തന്നെയാണ്. കൺഫേം ചെയ്യാമോ? 660 കൺഫേം ചെയ്തോട്ടെ. ഓക്കെ, സി 660 ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലേ, ഒരു 2 ഫർലോങ് അങ്ങ് പോയാൽ മതി, ഒരു ഫർലോങ് ദൂരമേ ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. ഫർലോങ് ആയിട്ട് പിന്നെ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഏതാണെന്ന് അറിയാമോ? ഫർലോങ്ങിന്റെ മൈൽ വരുന്ന മൈലാണ്. എത്ര ഫർലോങ് ആണ് ഒരു മൈൽ എന്നറിയാമോ? ഇപ്പോൾ നമ്മൾ അത്തരം ആ യൂണിറ്റ്സ് ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് FPS സിസ്റ്റത്തിലാണ് അതൊക്കെ, സെക്കൻഡ് അതിലാണ് വന്നുകൊണ്ടിരുന്നത് ഫർലോങ് മൈലും ഒക്കെ. 8 ഫർലോങ് ആണ് ഒരു മൈൽ എന്നാണ് പറയുന്നത്. അപ്പോ ഒരു ഫർലോങ് എന്ന് പറയുന്നത് എത്ര അടിയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത് സി 660 എന്നാണ്. പച്ചക്കുതിരയോട് ചോദിക്കാം ഏതാണ് ശരിയായ ഉത്തരം. പച്ചക്കുതിര, ശരിയായ ഉത്തരം ഏതാണ്? സി 660 ശരിയായ ഉത്തരം. ഒരു ഫർലോങ് എന്നാൽ 220 യാർഡ് എന്നാണ്, അതായത് 660 അടി എന്നാണ്. ഓക്കെ, അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിനും ശരിയായ ഉത്തരം പറഞ്ഞ് 2000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് 4000 രൂപയ്ക്കുള്ള സമ്മാനം നൽകേണ്ട മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ വിശ്രമം. സോ വി ആർ ഓൾ ഗോയിങ് ഫോർ എ ഷോർട്ട് കൊമേഴ്ഷ്യൽ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു പച്ചക്കുതിര. ഒരുപക്ഷെ കണക്ക് കൂട്ടാതെ പെട്ടെന്ന് പറഞ്ഞതായിരിക്കാം, അതുകൊണ്ടാണ് ആദ്യം 330 എന്ന് പറഞ്ഞു പോയത് അല്ലേ? അപ്പൊ 660 എന്ന് പറഞ്ഞാൽ എങ്കിലും ഒരു പുതിയ അറിവ് അല്ല. പെട്ടെന്ന് വിട്ടിരിക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ. ടെൻഷൻ കൊണ്ട് ആപ്പാട് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിപ്പോ. ഓക്കെ, അങ്ങനെ ടെൻഷൻ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 30 സെക്കൻഡുകൾ സമയം നമുക്കുണ്ട്. എടുത്തു ചാരി ഉത്തരം പറയണ്ട. വളരെ ഉറപ്പായ ഉത്തരം പെട്ടെന്ന് പറയുന്നതിൽ തെറ്റില്ല, പക്ഷെ ഒന്നുകൂടി ആലോചിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 4000 രൂപ സമ്മാനമായി നൽകേണ്ട മൂന്നാമത്തെ ചോദ്യം. പച്ചക്കുതിര, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻസ് പ്ലീസ്. എ അൽതമാസ് കബീർ, ബി യോഗേഷ് കുമാർ സബർവാൾ, സി KG ബാലകൃഷ്ണൻ, ഡി SH കപാഡിയ. യുവർ ടൈം ബിഗിൻസ് നൗ. അൽതമാസ് കബീർ. ഒരു സെക്കൻഡ് പോലും ആലോചിക്കേണ്ടി വന്നില്ല. കൺഫേം ചെയ്യാമോ? ഞങ്ങൾ കൺഫേം ചെയ്യുന്നു, എ അൽതമാസ് കബീർ. അപ്പോ നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് എ അൽതമാസ് കബീർ എന്നാണ്. പച്ചക്കുതിരയോട് ചോദിക്കാം ശരിയായ ഉത്തരം ഏതാണെന്നുള്ളത്. പച്ചക്കുതിര, ശരിയായ ഉത്തരം കാണിച്ചു തന്നാലും. എ അൽതമാസ് കബീർ തന്നെയാണ്. കാരണം വളരെ അടുത്താണ് അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ചാർജ് എടുത്തത്. 2012 സെപ്റ്റംബർ 29-ാം തീയതിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം ചാർജ് എടുത്തതായിരുന്നു. നമ്മൾ പത്രത്തിൽ വായിച്ച ഓർമ്മ നമുക്കെല്ലാവർക്കും ഉണ്ടാവും. അപ്പോ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 4000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞു. അടുത്തത് 8000 രൂപയ്ക്കുള്ള സമ്മാനങ്ങൾ ലഭിക്കേണ്ട ഒരു
ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. ദുബായ് ഗോൾഡ് സൂക്ക് നൽകുന്ന 8,000 രൂപ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളാണ് സമ്മാനമായി ലഭിക്കാൻ പോകുന്നത്. 4ാമത്തെ ചോദ്യത്തിലേക്ക്. പച്ചക്കുതിര. ഇന്ത്യയുടെ നമ്പർ 1 സ്നൂക്കർ ചാമ്പ്യനായ ആദിത്യ മേത്ത ആരെ തോൽപ്പിച്ചാണ് ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് നേടിയത്? ചോദ്യം ക്ലിയർ ആണല്ലോ. ഇന്ത്യയുടെ നമ്പർ 1 സ്നൂക്കർ ചാമ്പ്യനായ ആദിത്യ മേത്ത ആരെ തോൽപ്പിച്ചാണ് ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് നേടിയത്? പച്ചക്കുതിര. ഓപ്ഷൻസ് പ്ലീസ്. എ പങ്കജ് അദ്വാനി, ബി ഗീത് സേത്തി, സി ഹുസൈൻ വാഫൈ അയോരി, ഡി ശരത് കമൽ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 30 സെക്കൻഡുകളുണ്ട്. ഇനിയും 25 സെക്കൻഡുകൾ അവശേഷിക്കുന്നുണ്ട്. നല്ലതുപോലെ ആലോചിക്കാം. ഓപ്ഷൻ സി ഹുസൈൻ വാഫൈ അയോരി. ഓപ്ഷൻ സി ഹുസൈൻ വാഫൈ അയോരി എന്നാണ് പറയുന്നത്. ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. ഓപ്ഷൻ സി ഹുസൈൻ വാഫൈ അയോരി. വായിച്ചിട്ടുള്ള ഓർമ്മയാണോ? അല്ലേ? എനിക്ക് തോന്നുന്നു എവിടെയോ കേട്ട ഒരു പേരാണ്. പങ്കജ് അദ്വാനി എന്നോ ഗീത് സേത്തി എന്നോ ശരത് കമൽ എന്നോ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് സ്പോർട്സിനോട് താല്പര്യം കുറവുള്ള ആളാണ്. എന്നാലും ഇങ്ങനെ മറിച്ചുപോയ കൂട്ടത്തിൽ എപ്പോഴോ കേട്ട ഒരു പേര് പോലെ തോന്നുന്നു. അല്ലേ? അദ്ദേഹമാണ് നമ്മുടെ നമ്പർ 1 സ്നൂക്കർ ചാമ്പ്യനായ ആദിത്യ മേത്തയെ തോൽപ്പിച്ചത് എന്നാണ് ഓർമ്മ. പച്ചക്കുതിരയോട് ചോദിക്കാം. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? സോറി, പങ്കജ് അദ്വാനിയെ തോൽപ്പിച്ചാണ് ആദിത്യ മേത്ത നമ്മുടെ ഇന്ത്യയുടെ നമ്പർ 1 സ്നൂക്കർ താരമായി വന്നത്. ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് നേടുന്ന 3ാമത്തെ ഇന്ത്യൻ കളിക്കാരനാണ്. അപ്പോ ബാഡ് ലക്ക് അല്ലേ? സാരല്ല. അപ്പോ ഇത് ഗെയിം ആകുമ്പോൾ തോൽവിയും ജയമൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിലൊരു തോൽവി എന്നല്ല പറയുന്നത് ഇതിന്, അല്ലെ? നമുക്ക് ഒരു അല്ലെങ്കിൽ ഒരു മത്സരത്തിലെ വിജയം എന്നുമല്ല പറയേണ്ടത്. നമ്മുടെ അറിവ് നമ്മൾ പങ്കുവെക്കുന്നു, അല്ലെങ്കിൽ നമുക്കറിയാത്തൊരു കാര്യം പുതുതായി നമ്മൾ അറിയുന്നു. ഇതിപ്പോ നമ്മളൊരു തെറ്റുത്തരം പറഞ്ഞതിൽ നിന്ന് നമുക്കൊരു പുതിയ അറിവാണ് കിട്ടുന്നത്. എപ്പോഴും ഇത്തരം മത്സരങ്ങൾക്കുള്ള ഒരു പ്രത്യേകത അതാണ്. ഇത് നമ്മൾ തോൽക്കുന്നു വിജയിക്കുന്നു എന്നതിനേക്കാൾ ഉപരി അതാണ് നമുക്ക് കൂടുതൽ അറിവ് നേടാൻ സാധിക്കുന്നത്. ഇവിടെ വന്നിരുന്ന് മറ്റു ചോദ്യങ്ങൾ ഞാൻ മറ്റു പലരോടും ചോദിക്കുമ്പോൾ പോലും, അല്ലെ, നമുക്ക് കൂടുതൽ അറിവുകൾ ഉണ്ടാവുകയാണ്. എനിക്കും അങ്ങനെ തന്നെയാണ്. ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് എനിക്കൊരു പുതിയ അറിവുണ്ടാവുന്നത്. അപ്പോൾ ദുബായ് ഗോൾഡ് സൂക്ക് നൽകിയ 4,000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും പങ്കെടുത്തതിൽ വളരെ സന്തോഷം. ദുബായ് ഗോൾഡ് സൂക്ക് നൽകുന്ന 4,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ ഞാൻ സമ്മാനമായി നൽകുകയാണ്. അടുത്ത മത്സരാർത്ഥിയെ കണ്ടെത്തുന്ന പ്രതീക്ഷാ സൂചനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് we will go for a short break.